കേരള PSC നടത്തുന്ന ഫാം അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ PSC എക്സാമിന് ചോദിക്കും എന്നുള്ളതല്ല. നേരത്തെ കേരള PSC നടത്തിയിട്ടുള്ള അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നും അതുപോലെ തന്നെ 2017 നടത്തിയ ഫാം അസിസ്റ്റൻ്റ് എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കി കൂടുതലും ഏത് ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 30 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90% അല്ലെങ്കിൽ 100% ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ വരും എന്നുള്ളതല്ല. ഈ ഏരിയാസ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്കോർ ചെയ്യാം എന്നുള്ളതാണ് പറയാനുള്ളത്. സോ 2017 എക്സാമിന് ഫാം അസിസ്റ്റൻറ്റിൻ്റെ 2017 എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കിസാൻ കോൾ സെൻറ്റർ ലോഞ്ച് ചെയ്ത ഇയർ ഏതാണ് എന്നുള്ളത്. സോ കിസാൻ കോൾ സെൻറ്റർ ലോഞ്ച് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 2004 ജാനുവരി 21 കിസാൻ കോൾ സെൻറ്റർ ലോഞ്ച് ചെയ്യുന്നത്. സോ ആ ഒരു കിസാൻ കോൾ സെൻറ്റേഴ്സിൻ്റെ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പർ ഓഫ് കിസാൻ കോൾ സെൻറ്റർ 1800-180-1551 അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എത്ര ലാംഗ്വേജസിൽ കിസാൻ കോൾ സെൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, 3 സ്റ്റേജ് ആയിട്ടാണ് കിസാൻ കോൾ സെൻറ്റർ വർക്ക് ചെയ്യുന്നത്, അത് ഹെഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കിസാൻ കോൾ സെൻറ്ററിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നതായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റേർഡ് സൊസൈറ്റി ഓഫ് കീ സ്റ്റേറ്റ് ഹോൾഡേഴ്സ് ഫോർ ദ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഇൻ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ 2017 ഫാം അസിസ്റ്റൻ്റ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഓപ്ഷൻസ് വന്നിരുന്നത് KVK, അതുപോലെ തന്നെ ആത്മ, സമതി, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. സോ പലപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതായത് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഇൻ ദ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ പലപ്പോഴും KVK ആണെങ്കിലും ആത്മയാണെങ്കിലും ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വന്ന് കണ്ടിട്ടുണ്ട്, KVK ആണോ ആത്മയാണോ എന്നുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആത്മയാണ്. അഗ്രികൾച്ചർ ടെക്നോളജിക്കൽ മാനേജ്മെൻറ്റ് ഏജൻസി ആത്മയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ആത്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആത്മയുടെ ഓർഗനൈസേഷണൽ ചാർട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മയ്ക്ക് 2 ബോർഡ്സ് ആണുള്ളത്. ആത്മ ഗവേണിംഗ് ബോർഡുണ്ട്, അതുപോലെ തന്നെ ആത്മ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. ഈ 2 ബോർഡ്സും ഹെഡ് ചെയ്യുന്നത് 2 ആൾക്കാരാണ്. അതായത് ആത്മ ഗവേണിംഗ് ബോർഡാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും, ആത്മ മാനേജ്മെൻറ്റ് കമ്മിറ്റി ആണെങ്കിൽ അതൊരു പ്രൊജക്ട് ഡയറക്ടർ ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷനിൽ വരാറുണ്ട്. പലപ്പോഴും സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരുന്നതും അതുപോലെ തന്നെ തെറ്റിപ്പോകാവുന്നതുമായ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഏരിയയിൽ നിന്ന് വരാനുള്ള ചാൻസുകളുണ്ട്. സോ അതുകൊണ്ടാണ് ഈ 2 ക്വസ്റ്റ്യൻസ് 2017 ഫാം അസിസ്റ്റൻറ്റ് എക്സാമിന് ചോദിച്ചിരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ. സോ അതിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ, ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ്, ലേണിംഗ്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. സോ ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. സോ എഡ്യൂക്കേഷൻ്റെ അകത്ത് തന്നെ വരുന്ന 3 ടൈപ്സ്, ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള 3 ടൈപ്സ് എഡ്യൂക്കേഷനാണുള്ളത്. ഇത് വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ചിലപ്പോൾ എക്സാമ്പിൾസ് തന്നിട്ട് വിച്ച് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ നോൺ ഫോർമൽ എഡ്യൂക്കേഷനിൽ നിന്ന്, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അഡൾട്ട് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയാം. സോ അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നതാണ്, വാട്ട് ഈസ് ദ ഫ്രീഡം ഓർ ചോയ്സ് ഓഫ് സബ്ജക്ട് മാറ്റർ, ഹൂ ഈസ് ഹാവിങ് ദ ഫ്രീഡം ഓഫ് സബ്ജക്ട് മാറ്റർ ഇൻ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. സോ അതിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ടീച്ചേഴ്സ്, പേരൻസ്, ലേണേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലേണേഴ്സാണ്. ലേണേഴ്സിന് ഫുൾ ഫ്രീഡം നോൺ ഫോർമൽ എഡ്യൂക്കേഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സെൻറ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് എന്നും നമുക്ക് പറയാം. സോ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ തന്നെയാണ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ്,
മെയിൻലി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ കണ്ടു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ദ ബേസിക് ഫിലോസഫി ബിഹൈൻഡ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ബേസിക് ഫിലോസഫി ബിഹൈൻഡ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടീച്ച് പീപ്പിൾ ഹൗ ടു ഡു സംതിങ്, നോട്ട് വാട്ട് ടു ഡു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഹൗ ടു ലേൺ നോട്ട് വാട്ട് ടു ലേൺ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ദ ബേസിക് ഫിലോസഫി ബിഹൈൻഡ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഓപ്ഷൻസിലൊക്കെ വാട്ട് ഈസ് ദ ബേസിക് ഫിലോസഫി ബിഹൈൻഡ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ എ ഹൗ ടു ലേൺ അല്ലെങ്കിൽ ഹൗ ടു ഡു എന്നായിരിക്കും, ഓപ്ഷൻ ബി വാട്ട് ടു ഡു എന്നാവാം, സി എന്ന് പറയുന്നത് എ ആൻഡ് ബി എന്നാവാം, ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദി എബോവ് എന്നാവാം. സോ പലപ്പോഴും സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് ആ നോട്ട് എന്നുള്ള വേർഡ് കാണാതെ പോയിട്ട് പലപ്പോഴും എ ആൻഡ് ബി അങ്ങനെ കൊടുക്കാറുണ്ട്. ഓപ്ഷൻസ് ഞാൻ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ തന്നെ സ്റ്റുഡൻസ് പലപ്പോഴും മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ ആൻസേഴ്സ് എ ആൻഡ് ബി എന്ന് കൊടുക്കാറുണ്ട്. ഹൗ ടു ഡു ആൻഡ് വാട്ട് ടു ഡു എന്നുള്ളതാണ് ബേസിക് ഫിലോസഫി ബിഹൈൻഡ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് സ്റ്റുഡൻസ് മാർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ദ ബേസിക് ഫിലോസഫി ബിഹൈൻഡ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹൗ ടു ഡു നോട്ട് വാട്ട് ടു ഡു എന്നാണ്. ആ നോട്ട് എന്ന് പറയുന്ന ആ ഒരു വേർഡ് മാറുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്ത് നോക്കൂ, നമ്മുടെ ആ ഒരു ആൻസർ തന്നെ തെറ്റിപ്പോവുകയാണ്. സോ ദ ബേസിക് ഫിലോസഫി ബിഹൈൻഡ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹൗ ടു ഡു നോട്ട് വാട്ട് ടു ഡു എന്നുള്ളതാണ്. നമ്മുടെ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറയാം. സോ ആ ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കീ റോൾ ഓഫ് ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതല്ലെങ്കിൽ ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ആവാം, അല്ലെങ്കിൽ ICR ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആവാം. അങ്ങനെയുള്ള ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കീ റോൾ എന്താണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനിൽ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്ന് പറഞ്ഞത് ഡയറക്റ്റ് പ്രൊവിഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻപുട്സ്, ഓപ്ഷൻ ബി ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ്റ്റൻഷൻ വിത്ത് ടീച്ചിങ് ആൻഡ് റിസർച്ച്, ഓപ്ഷൻ സി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലാർജ് സ്കെയിൽ പ്രോജക്ട്സ്, ആൻഡ് ഓപ്ഷൻ ഡി കണ്ടക്ടിങ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ്റ്റൻഷൻ വിത്ത് റിസർച്ച് ആൻഡ് ടീച്ചിങ്. അതാണ് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീ റോൾ ഇൻ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറയുമ്പോൾ മെയിൻലി എക്സ്റ്റൻഷൻ സർവീസ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെയുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ട് എക്സ്റ്റൻഷൻ സർവീസുകൾ ചെയ്യുന്നത്. ഇനി നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതലായും ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ആ കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ നിന്ന് പലപ്പോഴും മോഡൽസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസുകളുണ്ട്. പല മോഡൽസ് ഉണ്ട് നമുക്ക്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽസാണ് ലീഗൻസ് കമ്മ്യൂണിക്കേഷൻ മോഡൽ, അതുപോലെ തന്നെ SMCR മോഡൽ. SMCR മോഡൽ എന്ന് പറയുന്നത് ബെർലോസ് മോഡലാണ്. സോ ബെർലോസ് മോഡൽ വഴിയാണ് എൻകോഡിങ് ഡീകോഡിങ് അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ, എൻകോഡിങ്ങിൻ്റെയും ഡീകോഡിങ്ങിൻ്റെയും ഒക്കെ എക്സാമ്പിൾസ് തന്നിട്ട് ഇത് ഏത് പ്രോസസ്സാണ് എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസുകളുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. കഴിഞ്ഞ അഗ്രി അസിസ്റ്റൻ്റ് എക്സാമിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കോൺടാക്ട് മെത്തേഡ്സ് ഉണ്ട്. ഇൻഡിവിജ്വൽ കോൺടാക്ട് മെത്തേഡ് ഉണ്ട്, ഗ്രൂപ്പ് കോൺടാക്ട് മെത്തേഡ്, മാസ് കോൺടാക്ട് മെത്തേഡ്. ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസുകളുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ അകത്ത് വിഷ്വൽ എയ്ഡ്സിന് തന്നെ പ്രൊജക്റ്റഡ് ഉണ്ട്, നോൺ പ്രൊജക്റ്റഡ് ഉണ്ട്. അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനും പ്രൊജക്റ്റഡ് ഉണ്ട്, നോൺ പ്രൊജക്റ്റഡ് ഉണ്ട്. ഓരോ എയ്ഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസുകളും ഒക്കെ ഉള്ളതാണ്. സോ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മെത്തേഡ് ഇൻവോൾവ്സ് ജനറേഷൻ ഓഫ് ക്രിയേറ്റീവ് ഐഡിയാസ് ടു സോൾവ് എ പ്രോബ്ലം. സോ അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ്, പാനൽ, ഫോറം, ഡിബൈറ്റ് എന്നാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. അടുത്തതാണ് നമ്മുടെ റിസൾട്ട് ഡെമോൺസ്ട്രേഷൻ, അതുപോലെ തന്നെ മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. റിസൾട്ട് ഡെമോൺസ്ട്രേഷൻ്റെയും അതുപോലെ തന്നെ മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ്റെയും പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാട്ട് ഈസ് എ മെയിൻ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹൗ ടു ഡു, ഓപ്ഷൻ ബി വാട്ട് ടു ഡു, സി സീയിങ് ഈസ് ബിലീവിങ്, ഡി ലേണിംഗ് ബൈ ഡൂയിങ്. സോ മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ്ങും റിസൾട്ട് ഡെമോൺസ്ട്രേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സീയിങ് ഈസ് ബിലീവിങ്ങുമാണ്.
അടുത്തൊരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഏരിയ തന്നെയാണ് മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് റിസൾട്ട് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹൂ ഈസ് ദ പേഴ്സൺ ഡൂയിങ് മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ? മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത് ആരാണ്? ഫാർമർ ആണോ, എക്സ്റ്റൻഷൻ ഏജൻ്റ് ആണോ? സോ മെയിൻലി മെത്തേഡ് ഡെമോൺസ്ട്രേഷൻസ് ചെയ്യുന്നത് എപ്പോഴും എക്സ്റ്റൻഷൻ ഏജൻ്റ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ വർക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ തിങ് എങ്ങനെ ചെയ്യാം എന്ന് ഫാമേഴ്സിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ് മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ വഴി. സോ ദ പേഴ്സൺ ഹൂ ഈസ് ഡൂയിങ് ദ മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഏജൻറ്റും ദ പേഴ്സൺ ഹൂ ഈസ് ഡൂയിങ് ദ റിസൾട്ട് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫാർമേഴ്സുമായിരിക്കും. ഫാർമേഴ്സ് തന്നെയാണ് റിസൾട്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എക്സ്റ്റൻഷൻ ഏജൻറ്റ് അല്ലെങ്കിൽ സയൻസ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എക്സ്റ്റൻഷൻ ടീച്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ കേരള PSC അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ എക്സാമിന് ഈ ഒരു ഏരിയയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് എക്സ്റ്റൻഷൻ ടീച്ചിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ 6 സ്റ്റെപ്സ് ആണ് എക്സ്റ്റൻഷൻ ടീച്ചിങ് പ്രോസസ്സിലുള്ളത്. ഐറ്റ്കാസ് എന്ന് പറയും. അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ദ സ്റ്റേജ് ഓഫ് എക്സ്റ്റൻഷൻ ടീച്ചിങ് പ്രോസസ് വെയർ സ്ട്രോങ് പെർസ്വേഷൻ so as to convince the people about the applicability of the new idea or practice in their own situation. So അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് അറ്റൻഷൻ, ഡിസയർ, കൺവിങ്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൺവിങ്ഷൻ ആണ്. അതായത് ഒരു ന്യൂ ഐഡിയയുടെ ആപ്ലിക്കബിലിറ്റി അവരുടെ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിളിനെ കൺവിൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പിനാണ് കൺവിങ്ഷൻ എന്ന് പറയുന്നത്. സോ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞു. സോ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ തന്നെ വിഷ്വൽ എയ്ഡ്സിനെ നമ്മൾ പ്രൊജക്റ്റഡ് ആൻഡ് നോൺ പ്രൊജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെയും പ്രൊജക്റ്റഡ് ആൻഡ് നോൺ പ്രൊജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ പ്രൊജക്റ്റഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്? നോൺ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ് ഏതാണ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ടെലിവിഷൻ, വീഡിയോ, പപ്പറ്റ് ആൻഡ് കമ്പ്യൂട്ടർ. നോൺ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ്. സോ ഒരു എനർജിയും യൂസ് ചെയ്യാതെ നമുക്ക് ഓഡിയോ വിഷ്വൽ എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയ്ഡ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പപ്പറ്റ് ഷോ ആണ്. സോ ഒരു എനർജിയും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് കാണാനും അതുപോലെ തന്നെ കേൾക്കാനും പറ്റുന്ന ഒരു എയ്ഡാണ് പപ്പറ്റ് ഷോ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റുഡൻസിന് വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് കമ്മ്യൂണിക്കേഷനിൽ എന്നുള്ളത്. വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്? പലപ്പോഴും അത് സ്റ്റുഡൻസ് മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ പലപ്പോഴും അത് ഇൻകറക്റ്റ് ആക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻസ് അതിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റർ കൊടുക്കാം, റിസീവർ കൊടുക്കാം, മെസ്സേജ് കൊടുക്കാം, ചാനൽ, ഏത് എലമെൻറ്റും നമുക്ക് കൊടുക്കാം. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് റിസീവറാണ്. റിസീവറാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ പലപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഫീഡ്ബാക്ക് അല്ലേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് ചോദിക്കാറുണ്ട്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് കിട്ടുക അല്ലെങ്കിൽ ഓഡിയൻസ് റെസ്പോൺസ് കിട്ടുക എന്നാണ്. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് റിസീവറാണ്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഈസ് ബേസിക്കലി എന്ത് ഓറിയൻറ്റഡ് ആണ്? മെസ്സേജ് ഓറിയൻറ്റഡ് ആണോ, റിസീവർ ഓറിയൻറ്റഡ് ആണോ, സോഴ്സ് ഓറിയൻറ്റഡ് ആണോ, അല്ലെങ്കിൽ മീഡിയം ഓറിയൻറ്റഡ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും പലയിടത്തും കണ്ടുവന്നിട്ടുണ്ട്. അതും സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സോഴ്സ് ഓറിയൻറ്റഡ് ആണ്. സോഴ്സ് ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും ഫീഡ്ബാക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സോഴ്സ് ഓറിയൻറ്റഡ് ആണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ ദ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഒക്കേഴ്സ് എമംഗ് ദ കൊളീഗ്സ് ഓർ ദ കോവർക്കേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഒരു കൊളീഗ്സ് അല്ലെങ്കിൽ കോവർക്കേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. സോ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്നുള്ള ഓപ്ഷൻസ് കൊടുക്കാം. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുക്കാം. So the communication that is taking place between the colleagues അല്ലെങ്കിൽ co-workers in an organization എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ. ഇൻസ്ട്രക്റ്റീവ് ഫങ്ഷൻ ഉണ്ട്, ഇൻറ്റഗ്രേറ്റീവ് ഫങ്ഷൻ ഉണ്ട്, ഇൻഫോർമേറ്റീവ് ഫങ്ഷൻ ഉണ്ട്, ഇൻഫ്ലുവൻസ് ഫങ്ഷൻ ഉണ്ട്. സോ ദ വിച്ച് ഫങ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ് പ്രിവലൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസും
പലയിടത്തും കണ്ടുവന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് പല ഫങ്ഷൻസ് കൊടുക്കാം. കമാൻഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റീവ് ഫംഗ്ഷൻ, ഇൻഫ്ലുവൻസ് ഓർ പെർസ്വേസീവ് ഫംഗ്ഷൻ, ഇൻറ്റഗ്രേറ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഫംഗ്ഷൻ. സോ മെയിൻലി ഒരു ഓർഗനൈസേഷനിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കമാൻഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റീവ് ഫംഗ്ഷൻ ആണ്. പിന്നെയുള്ള അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ പ്രീ ഇൻഡിപെൻഡൻ്റ് എറ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് എറയിൽ കുറേ അധികം റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു പ്രോഗ്രാംസ് എല്ലാം തന്നെ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ്റെ ഏരിയയിൽ വരുന്നതാണ്. സോ ഈ ഏരിയയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്കൊരു കറണ്ട് അഫെയർസ് എന്ന രീതിയിലും ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉള്ള കുറച്ച് ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. സോ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ബേസ് ലെവൽ എക്സ്റ്റൻഷൻ ഫംഗ്ഷണറി ഇൻ എ TNV സിസ്റ്റം? ട്രെയിനിങ് ആൻഡ് വിസിറ്റ് സിസ്റ്റത്തിൻ്റെ ബേസ് ലെവൽ എക്സ്റ്റൻഷൻ ഫംഗ്ഷണറി ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വില്ലേജ് ലെവൽ വർക്കർ, അഗ്രികൾച്ചറൽ ഓഫീസർ, എക്സ്റ്റൻഷൻ ഓഫീസർ, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, അങ്ങനെയുള്ള പല ഓപ്ഷൻസ് കൊടുക്കാം. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദ ബേസ് ലെവൽ എക്സ്റ്റൻഷൻ ഫംഗ്ഷണറി ഇൻ എ TNV സിസ്റ്റം എന്ന് പറയുന്നത് വില്ലേജ് ലെവൽ വർക്കറാണ്. സോ TNV സിസ്റ്റം നോക്കുമ്പോൾ ഹു ഈസ് എ പേഴ്സൺ ബിഹൈൻഡ് ദ TNV സിസ്റ്റം, എവിടെയാണ് TNV സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇന്ത്യയിൽ TNV സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത ഇയർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ TNV സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് എക്സ്റ്റൻഷൻ ഏജൻറ്റ് ടു ഫാർമർ ഇൻ TNV സിസ്റ്റം? സോ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് 1:800 ഉണ്ടാവാം, 1:400 ഉണ്ടാവാം, 800:1 ഉണ്ടാവാം, 400:1 ഉണ്ടാവാം. ഏത് രീതിയിലുള്ള റേഷ്യോസും കൊടുക്കാം. സോ ദ റേഷ്യോ ഓഫ് എക്സ്റ്റൻഷൻ ഏജൻറ്റ് ടു ഫാർമർ ഇൻ എ TNV സിസ്റ്റം എന്ന് പറയുന്നത് 1:800 ആണ്. സോ ഈ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചിട്ടിട്ട് ചോദിക്കാം, അതായത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഫാർമർ ടു എക്സ്റ്റൻഷൻ ഏജൻറ്റ് ഇൻ എ TNV സിസ്റ്റം എന്ന് ചോദിക്കാം. അപ്പോൾ ഓപ്ഷൻസിന് 1:800 കാണാം, 800:1 കാണും. സോ ഫാർമർ ഈസ് ടു എക്സ്റ്റൻഷൻ ഏജൻറ്റ് എന്ന് പറയുമ്പം 800:1 ആണ്. പക്ഷേ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്നത് എക്സ്റ്റൻഷൻ ഏജൻറ്റ് ടു ഫാർമർ എന്നുള്ള റേഷ്യോ ആണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റാകാനായിട്ടുള്ള ചാൻസും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് വായിച്ച് മാത്രം, എക്സ്റ്റൻഷൻ്റെ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മളെ എങ്ങനെയെങ്കിലും കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാവാം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് വളരെ നന്നായിട്ട് തന്നെ വായിച്ചിട്ട് ആൻസർ ചെയ്യുക. ഇനിയുള്ളതാണ് ഒരു IVLP അല്ലെങ്കിൽ ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞു റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ വാട്ട് ഫോംസ് ദ ബേസിസ് ഫോർ ഐഡൻറ്റിഫൈങ് പ്രോബ്ലംസ് ഇൻ IVLP, ഇൻസ്റ്റിറ്റ്യൂഷണൽ വില്ലേജ് ലിങ്കേജ് പ്രോഗ്രാം? സോ അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് സോയിൽ അനാലിസിസ്, മാർക്കറ്റ് അനാലിസിസ്, അഗ്രോ എക്കോസിസ്റ്റം അനാലിസിസ് ആൻഡ് ക്രോപ്പ് ഈൽഡ് അനാലിസിസ് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ വില്ലേജ് ലിങ്കേജ് പ്രോഗ്രാമിൽ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അഗ്രോ എക്കോസിസ്റ്റം അനാലിസിസ് ആണ്. സോ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഏരിയ ആണ് ന്യൂ അപ്രോച്ചസ് ഇൻ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സിലബസ് നമ്മുടെ ഫാം അസിസ്റ്റൻറ്റിലുണ്ട്. സോ അതിൻ്റെ അകത്ത് ഫാമർ-ലെഡ് എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, മാർക്കറ്റ്-ലെഡ് എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, വിർച്വൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സൈബർ എക്സ്റ്റൻഷൻസ് വരുന്നുണ്ട്. സോ പ്രൈവറ്റൈസേഷൻ ഓഫ് എക്സ്റ്റൻഷൻ, ഇതെല്ലാം വരുന്നത് ന്യൂ അപ്രോച്ചസ് ഇൻ അഗ്രികൾച്ചർ എക്സ്റ്റൻഷനിലാണ്. സോ അതിൽ ഫാമർ-ലെഡ് എക്സ്റ്റൻഷനിൽ വരുന്നതാണ് ഫാമേഴ്സ് ഫീൽഡ് സ്കൂൾ എന്ന് പറയുന്നത്. സോ ഫാമേഴ്സ് ഫീൽഡ് സ്കൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമേഴ്സ് ഫീൽഡ് സ്കൂൾ വന്നിരിക്കുന്ന ഇയർ, അതുപോലെ തന്നെ ഏത് സ്ഥലത്ത് ഇത് സ്റ്റാർട്ട് ചെയ്തു. സോ ഫാമർ ഫീൽഡ് സ്കൂൾ അപ്രോച്ചിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫാമർ ഫീൽഡ് സ്കൂൾ അപ്രോച്ച് ഈസ് അഡോപ്റ്റഡ് മെയിൻലി ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പർപ്പസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ട്രെയിനിങ് ഓഫ് IPM പ്രാക്ടീസസ്, ബി മൊബിലൈസിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് എമംഗ് ഫാമേഴ്സ്, സി വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് ടൂൾ, ഡി സോഷ്യൽ ഫോറസ്ട്രി മാനേജ്മെൻറ്റ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ട്രെയിനിങ് IPM പ്രാക്ടീസസ്, റൈസിലെ പെസ്റ്റിനെ അകറ്റാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫാമേഴ്സ് ഫീൽഡ് സ്കൂൾ അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ന്യൂ അപ്രോച്ചസ് ഇൻ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സോഷ്യോളജി അല്ലെങ്കിൽ റൂറൽ ലീഡർഷിപ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കിനി നോക്കാം. വിച്ച് ടേം ഡിസ്ക്രൈബ്സ് എ സോഷ്യൽ ഗ്രൂപ്പ് ദാറ്റ് പ്രൊവൈഡ്സ് എ സ്റ്റാൻഡേർഡ് ഫോർ ഗൈഡിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് അവർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ്? ഓപ്ഷൻസ് എന്ന് പറയുന്നത് പ്രൈമറി ഗ്രൂപ്പ്, ബി റെഫറൻസ് ഗ്രൂപ്പ്, സി കൾച്ചറൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് ഡി ഡെലിഗേറ്റ് ഗ്രൂപ്പ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റെഫറൻസ് ഗ്രൂപ്പാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ സോഷ്യോളജിയിൽ നിന്ന് തന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് കൺസിഡർ ചെയ്യുന്ന ആ ഒരു
ബ്ലോക്ക് അല്ലെങ്കിൽ യൂണിറ്റ് ഏതാണ് എന്നാണ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഗവൺമെൻറ്, ഓപ്ഷൻ ബി എക്കണോമി, സി ഫാമിലി ആൻഡ് ഡി കമ്മ്യൂണിറ്റി. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫാമിലി എന്നുള്ളതാണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മോട്ടിവേഷൻ. സോ മോട്ടിവേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് കുറേ അധികം തിയറീസ് ഉണ്ട്. സോ ആ തിയറീസ് കേന്ദ്രീകരിച്ചായിരിക്കാം ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്നുള്ള ഒരു മോട്ടിവേഷണൽ തിയറി അല്ലെങ്കിൽ നീഡ് തിയറിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു എബ്രഹാം മാസ്ലോ വിച്ച് നീഡ് മസ്റ്റ് ബി ഫുൾഫിൽഡ് ഫസ്റ്റ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എസ്റ്റീംഡ് നീഡ്സ്, ബി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, സി ഫിസിയോളജിക്കൽ നീഡ്സ് ആൻഡ് ഡി സോഷ്യൽ നീഡ്സ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ദ നീഡ് ദാറ്റ് ഷുഡ് ബി ഫുൾഫിൽഡ് ഫസ്റ്റ് അക്കോർഡിംഗ് ടു എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത്. സോ എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൽ ഫസ്റ്റ് ഫുൾഫിൽ ചെയ്യുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, അതും ഓർത്തിരിക്കുക. സോ മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹെൻറി ഫയോൾ തന്നിട്ടുള്ള 14 പ്രിൻസിപ്പിൾസ് ആണ് മാനേജ്മെൻറ്റിനുള്ളത്. ഓരോ പ്രിൻസിപ്പിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പ്രിൻസിപ്പിളിൻ്റെയും ഡെഫിനിഷൻ തന്നിട്ട് ഏത് പ്രിൻസിപ്പിളാണ് എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. സോ ആ ഒരു പ്രിൻസിപ്പിളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ ആൻ ഓർഗനൈസേഷൻ മസ്റ്റ് റിസീവ് ഹിസ് ഓർ ഹെർ ഇൻസ്ട്രക്ഷൻ ഫോർ എ പർട്ടിക്കുലർ ഓപ്പറേഷൻ ഫ്രം only one person according to which principle. ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് ഒരു person in an organization should receive command or instruction for a particular operation from only one person. അത് ഏത് പ്രിൻസിപ്പിളാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിയാണെങ്കിൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവും, സ്പാൻ ഓഫ് കൺട്രോൾ, ഹയറാർക്കി, പവർ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം. അതായത് 14 പ്രിൻസിപ്പിൾസിൽ നിന്ന് ഏത് പ്രിൻസിപ്പിളും ഓപ്ഷനായിട്ട് കൊടുക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. അടുത്ത മാനേജ്മെൻറ്റിൻ്റെ പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞിട്ട് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പറയുന്നുണ്ട്. സോ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് 8 ഫങ്ഷൻസ് ആണ് പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. സോ അതിൽ നിന്ന് ഏത് ഫങ്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും ചോദിക്കുമെന്നല്ല, ബട്ട് ചാൻസ് ഉണ്ട്. ഒരു 90% ഒക്കെ നമുക്കൊരു 80 to 90% ഒക്കെ നമുക്ക് പറയാം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സിലബസ് ഉള്ളത് കൊണ്ട് തന്നെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. സോ സ്ട്രാറ്റജിക് പ്ലാനിങ് ഈസ് ഡൺ ബൈ വിച്ച് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. സോ പ്ലാനിങ് എന്ന് പറയുന്നത് തന്നെ 3 രീതിയിലാണുള്ളത്. സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ട്, ടാക്ടിക്കൽ പ്ലാനിങ് ഉണ്ട്, ഓപ്പറേഷണൽ പ്ലാനിങ് ഉണ്ട്. സോ സ്ട്രാറ്റജിക് പ്ലാനിങ് ഈസ് ഡൺ ബൈ വിച്ച് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ഇൻ്റർമീഡിയറ്റ് ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്തുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആണ്. അടുത്ത ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹു ഈസ് ദ പേഴ്സൺ ബിഹൈൻഡ് ദ ഗുർഗോൺ പ്രോജക്റ്റ് ഇൻ ഹരിയാന. ഹരിയാനയിൽ സ്റ്റാർട്ട് ചെയ്ത ഗുർഗോൺ പ്രോജക്റ്റിൻ്റെ ബിഹൈൻഡിലുണ്ടായിരുന്ന ആളാരാണ്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എൽഫൽ ബ്രെയിൻ, ഡാനിയൽ ഹാമിൽട്ടൺ, SK ഡേ, ആൽബർട്ട് മെയർ എന്നുള്ളതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എഫൽ ബ്രെയിൻ ആണ്. എഫൽ ബ്രെയിൻ ഈസ് എ പേഴ്സൺ ഹു ഈസ് ബിഹൈൻഡ് ദ ഗുർഗോൺ പ്രോജക്റ്റ് എന്ന് നമുക്ക് പറയാം. അടുത്ത ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് ട്രൈസം എന്ന് പറയുന്നത്, ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയുണ്ട്. ദ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ട്രൈസം വാസ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓൺ ഏത് ഇയറിലാണ്, അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ്? സോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ August 15, 1979, August 15, 1978, January 1st, 1979 ആൻഡ് January 1st, 1978. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. August 15, 1979 ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം. 18 to 30 ഇയേഴ്സ് ഏജുള്ള യൂത്തിനെ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ് ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രോഗ്രാമാണ് IADP, ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഈസ് ഓൾസോ നോൺ ആസ്, അതിനൊരു വേറെ ഒരു പേരും പറയാറുണ്ട്. അത് ഏതാണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഡൊണേഷൻ പ്രോഗ്രാം, പാക്കേജ് പ്രോഗ്രാം, ഡീൻ പ്രോഗ്രാം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പാക്കേജ് പ്രോഗ്രാമാണ്. IADP അല്ലെങ്കിൽ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഈസ് ഓൾസോ നോൺ ആസ് എ പാക്കേജ് പ്രോഗ്രാം എന്ന് പറയാം. ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1960 ഖാരിഫ് സീസണിലാണ്. ഖാരിഫ് സീസൺ ആണോ റബി സീസൺ ആണോ എന്നുള്ളൊരു ഡൗട്ട്
പലപ്പോഴും സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വരാറുണ്ട്. സോ 1960 ഖാരിഫ് സീസണിൽ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ് IADP, ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് പാക്കേജ് പ്രോഗ്രാം. അടുത്ത ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. സോ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ക്യാൻ ഫുൾഫിൽ ദ മിഷൻ ഓഫ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് വാട്ടർ കൺസർവേഷൻ, ഓപ്ഷൻ ബി മിറ്റിഗേഷൻ ഓഫ് ഫ്ലഡ് ഡിസാസ്റ്റർ, ഓപ്ഷൻ സി പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ്, ആൻഡ് ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ്. സോ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്നുള്ളതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ സർവീസസ് ഫോർ ഇൻപുട്ട് ഡീലേഴ്സ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ ദേശി പ്രോഗ്രാം എന്ന് പറയാറുണ്ട്. സോ വിച്ച് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ സർവീസസ് ഫോർ ദ ഇൻപുട്ട് ഡീലേഴ്സ് അല്ലെങ്കിൽ ദേശി പ്രോഗ്രാം ആർ സ്റ്റാർട്ടഡ് ബൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ICAR, NAM, മാനേജ്, ICAR, IIM. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി മാനേജ് ആണ്. മാനേജ് ഹൈദരാബാദിലാണ് ദേശി എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ സർവീസസ് ഫോർ ഇൻപുട്ട് ഡീലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മാനേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ മാനേജ് തന്നെ എന്താണ് കൊടുക്കുന്ന കുറേ അധികം പ്രോഗ്രാംസ് ഉണ്ട്. സോ അതിൽ ദേശി ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഫാമിംഗ് മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മിഷൻ്റെയും ട്രെയിനിങ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നതും മാനേജാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊരു ഫാം അസിസ്റ്റൻറ്റിൽ വരും എന്നല്ല, എന്നാലും ഈ ഒരു ഏരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഓരോ ഇയേഴ്സ്, ഓരോ പ്രോഗ്രാമിൻ്റെ ഇയേഴ്സ്, അതുപോലെ തന്നെ ദ പേഴ്സൺ ബിഹൈൻഡ് ഓരോ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒത്തിരി അധികം സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ ഉള്ളതാണ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷനിൽ. സോ അതുകൊണ്ട് തന്നെ ഓരോ പ്രോസസ്സുകളുടെയും സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യോളജി, റൂറൽ ലീഡർഷിപ്പ്, ഇതൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയും അതുപോലെ തന്നെ കേരള PSC നടത്തിയിട്ടുള്ള അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി എക്സാംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 90% അല്ലെങ്കിൽ 100% ഇതേ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതല്ല. ബട്ട് ഈ ഏരിയാസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏരിയാസൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അധികം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് നന്നായി പഠിക്കുക. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.